അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SSൻ്റെ ഒരു ക്ലാസ്സിൽ നമുക്ക് ദി മുഗൾ ആൻഡ് ദി ഫസ്റ്റ് പാനിപ്പാട്ടായിട്ട് നമ്മൾ എടുത്തിരുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് പോർഷൻസ് കൂടെ എടുത്ത് നമ്മൾ മാക്സിമം ചാപ്റ്റർ പെട്ടെന്ന് നിന്ന് ഇത്തവണ തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നമുക്കൊരു ഓർമ്മക്കുറിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഈ അക്ബറിനെ കുറിച്ചുള്ളത്. ഈ അക്ബറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുന്ന ഒരു അച്ഛനാണ് ജീസസ് പ്രീസ്റ്റ് ജാരിക് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഇതിനകത്ത് ഈ ഓർമ്മക്കുറിപ്പ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓർമ്മക്കുറിപ്പ് ഞാൻ ഒത്തിരി വിശദീകരിച്ച് ഞാൻ വായിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അക്ബർ മരണപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ദി എംപറർ അക്ബർ ഹൂ ഷൂക്ക് ദി ഈസ് പാസ്ഡ് അവേ. ഈ അക്ബർ ഒരേ സമയം പ്രജകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്റ്റ് എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തൊക്കെയാണോ ഇപ്പോൾ നമ്മൾക്ക് മേൽജാതി കീഴ്ജാതി എന്ന വ്യവസ്ഥ ആ ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ അക്ബർ എല്ലാവരോടും ഒരേ രീതിക്ക് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം ഈക്വൽ ആയിരുന്നു. നമുക്ക് അക്ബറിൻ്റെ ആ ഒരു ഭരണ ടൈമിൽ എല്ലാവരോടും അക്ബർ റെസ്പെക്റ്റ് കൊടുത്തും അത് മേടിച്ചുമാണ് അക്ബർ നിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമായിരുന്നില്ല. അക്ബർ എല്ലാവർക്കും ഹിന്ദു മുസ്ലിം ആ ഒരു മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അക്ബർ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ അക്ബറിനോട് തിരിച്ചും ആൾക്കാർക്കെല്ലാം അതേ റെസ്പെക്റ്റും അതേ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് അക്ബറിന് തിരിച്ചും കിട്ടിയിരുന്നത്. സോ അത് ജസ്റ്റ് ആ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ഈ ഒരു ജീസസ് പ്രൈസ് അവിടെ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. What can you understand about the Mughal ruler Akbar from the above note? ഓക്കെ, അതിനകത്ത് നമുക്ക് കുറച്ച് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അക്ബർ എല്ലാവരും ഒരേപോലെ കണ്ടിരുന്നു. കരുണ ഉള്ളവനായിരുന്നു പുള്ളി. പിന്നെ ഈക്വൽ ജസ്റ്റിസ് ആയിരുന്നു. അത് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ഓർ ലോ കാസ്റ്റ്. നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഇതിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ കൺസിഡർ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാം ഒരേ രീതിക്ക് കൺസിഡർ ചെയ്തു. പുള്ളിക്ക് മേൽ കീഴ് ജാതി വ്യത്യാസമൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് പോവുകയാണെങ്കിൽ അക്ബറിൻ്റെ എന്താണ് ആ ഒരു റിലീജിയൻ സ്കോളേഴ്സിനെ പറ്റിയാണ് നമുക്കിനി പറയുന്നത്. വെച്ചാൽ മത പണ്ഡിതന്മാരെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമ്മൾ ഈ നടുക്കിരിക്കുന്നതാണ് നമ്മുടെ അക്ബർ ചക്രവർത്തി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇൻ 1575 1575 പുള്ളി ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞ ആ ഒരു ഇത് പണിയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് അക്ബർ ഇവരോടെല്ലാം ഈ ഡിസ്കഷൻ നടത്തുമായിരുന്നു. ഓക്കെ, അത് നടക്കുന്ന സ്ഥലമാണ് ഈ ഇബാദത്ത് ഖാന. ഈ പുള്ളി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്താണ് എല്ലാ എന്താണ് ഡിസിഷൻസ് എടുത്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു ഡിസ്കഷൻ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ ഇത് ഉള്ളത് ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ഥലത്തായിരുന്നു ഈ ഇബാദത്ത് ഖാന ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മതപണ്ഡിതന്മാരും പ്രമുഖരും എല്ലാം ഈ എന്തൊക്കെയാണോ നമുക്ക് ഒരു ടോപ്പിക് ഉള്ളത് അതിനെപ്പറ്റിയെല്ലാം ഈ ഒരു ഇബാദത്ത് ഖാനെ വെച്ചായിരുന്നു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ അക്ബർ ദിൻ ഇലാഹി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ എന്താ പറയുക പുതിയ മതം പോലെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദിൻ ഇലാഹി എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം കാരുടെ ഒരു വേർഡാണ്. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളി പുതിയൊരു മതത്തെ അവർ ഉണ്ടാക്കിയെടുത്തു. എന്ന് വെച്ചാൽ ആ മതത്തിനകത്ത് എല്ലാ നല്ല കാര്യങ്ങളും ചേർന്ന് ഒരുക്കിയ ഒരു മതം എന്ന്. അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തൊക്കെയാണോ നല്ല കാര്യങ്ങളുള്ളത് ആ നല്ല കാര്യങ്ങളെല്ലാം കൂട്ടി വെച്ച ഒരു മതം അക്ബർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. അതാണ് അക്ബർ ക്രിയേറ്റ് ചെയ്ത് ദിൻ ഇലാഹി എന്ന് പറഞ്ഞാണ് അതിൻ്റെ പോകുന്നത്. ഹീസ് എ വിഷണറി റിലീജിയൻ എന്ന് വെച്ചാൽ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ബൈ കമ്പൈനിങ് ദി ഗുഡ് ആസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ റിലീജിയനകത്തുള്ള എല്ലാ കാര്യങ്ങളും അടക്കി വെച്ചുകൊണ്ടാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അക്ബർ നമുക്ക് ഈ ഒരു ദിൻ ഇലാഹി എന്ന് പറഞ്ഞ ഈ ഒരു മതത്തെ അക്ബർ രൂപീകരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സുൽ ഈക്കുൽ എന്നൊരു വാക്കുകൂടെ ഉണ്ട്. ഇത് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ ഒരു അറബിക് പദമാണ് സുൽ ഈക്കുൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അക്ബർ ആ ഒരു മതത്തെ എന്താണ് ആവിഷ്കരിച്ചത് ആ ഒരു പേര് വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കിനി കുറച്ച് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ഇതിനു മുമ്പ് ജസിയ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മതം നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് ഈ മുസ്ലിം അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഈ മുസ്ലിം അല്ലാത്ത ആൾക്കാരെല്ലാം ആ സമയത്ത് അവിടെ ടാക്സ് അടയ്ക്കണമായിരുന്നു. ഓക്കെ, ഈ ഒരു കാര്യം അക്ബർ വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഇവിടെ നിർത്തി. ഓക്കെ, ആ ഒരു ജസിയ മതത്തിനുള്ള ആ ഒരു
പ്രത്യേകമായിട്ടുള്ള സംഭവം അക്ബർ വന്നപ്പോൾ അക്ബർ അതവിടെ നിർത്തിവെച്ചു. അക്ബർ അത് ബാൻ ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കാരണം അക്ബർ ഭരണകാര്യത്തിലെല്ലാം എല്ലാവരും ഇക്വാലിറ്റി കൊടുത്തൊരു വ്യക്തിയായിരുന്നു. സോ ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ടാക്സ് അടക്കണം, ഒരു വിഭാഗം ആൾക്കാർ ടാക്സ് അടക്കണ്ട, അങ്ങനെ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരേ ഇക്വാലിറ്റി എന്ന രീതിയിൽ ആണ് അക്ബർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു കാര്യം കൊണ്ടാണ് അക്ബർ ഈ ഒരു ജസിയ എന്ന ഒരു വിഭാഗം ആൾക്കാരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മതത്തെ അക്ബർ അവിടെ ബാൻ ചെയ്തത്, അല്ലെങ്കിൽ പുള്ളി അതവിടെ അതിനെ എടുത്തു മാറ്റി. കാരണം എല്ലാവരും ഈക്വൽ എന്ന രീതിക്കാണ് അവിടെ പൊക്കോണ്ടിരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ആ ഉന്നത തലത്തിലിരുന്ന ആൾക്കാരുടെ കുറച്ച് പേരൊക്കെയാണ് ഈ രാജ മാൻസിംഗ്, ഭഗവന്ത് ദാസ് ബിർബൽ. ഇതൊക്കെ ആ ഒരു ഹയർ പൊസിഷൻസിൽ ഇരുന്ന വ്യക്തികളായിരുന്നു അക്ബറിൻ്റെ കൂടെ ആ ഒരു റോയൽ കോർട്ടിനകത്ത്. ഓക്കെ, അതൊക്കെയാണ് അവിടെ അതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ഒരു ജസ്റ്റ് ഇബാദത്ത്, വാട്ട് വാസ് അക്ബർ എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന, മേക്ക് എ നോട്ട്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നമുക്ക് ഇതിനകത്ത് നിന്ന് പറയണ്ടേ എന്തായിരുന്നു ഈ ഇബാദത്ത് ഖാന, എന്തിനായിരുന്നു മെയിനായിട്ട് ആ ഒരു ഡിസ്കഷനൊക്കെ ആ സ്ഥലം ആയിരുന്നു ഇബാദത്ത് ഖാന. സോ ആ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. സോ ജസ്റ്റ് അതൊക്കെ ജസ്റ്റ് ചുമ്മാ നോട്ട് ചെയ്ത് വെച്ചാൽ മേ ബി നമ്മുടെ ഓണപരീക്ഷയ്ക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി എന്താണ് ഒരു വേറെ ചെറിയൊരു കുറിപ്പൊക്കെയാണ്, വലിയ കാര്യമൊന്നും. നമുക്കിനി അടുത്തതാണ് ദിസ് മുഗൾ ആർമി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷൻ. ജസ്റ്റ് ഒരു മെയിൻ ടോപ്പിക്കാണ് നമ്മൾ ഈ മുഗൾ ആർമി എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇത് ഒത്തിരി വായിച്ച് ഞാൻ നിങ്ങളുടെ ടൈം കളയുന്നില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ലേണിംഗ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇന്ന് വായിക്കാൻ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അർത്ഥം മാത്രം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് മുഗൾ ആർമി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, മുഗൾ ഭരണകാലത്ത് രാജ്യം വികസിപ്പിക്കാനും കാത്തു സൂക്ഷിക്കാനും ശക്തമായ ഒരു സൈന്യം ആവശ്യമായിരുന്നു ആർക്ക്? നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സൈനിക സംവിധാനം പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അതാണ് നമ്മുടെ ഈ മൻസാദാരി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ ഒരു സംഭവം അവിടെ സംവിധാനം ആരംഭിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും ഒരു സൈനിക സംഘത്തിലെ ചുമതല ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് അപ്പോൾ ഈ മൻസബ് എന്ന ഉദ്യോഗസ്ഥൻ്റെ എത്ര കുതിരപ്പടയാളികളെയും സൈനികരെയും നിലനിർത്തണം എന്നതിനെ സൂചിപ്പിക്കുന്ന പദവിയായിരുന്നു ഈ മൻസബ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദി ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓക്കെ, പിന്നെ കൂടുതൽ സൈനികരെ നിലനിർത്തുന്നത് ഉയർന്ന പദവി ലഭിച്ചു. ഓക്കെ, സർക്കാർ നേരിട്ട് ശമ്പളം നൽകുന്നതിന് പകരം ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകി. നമ്മൾ ഈ സാലറിക്ക് പകരം ആ ടൈമിൽ അവിടെ സർക്കാർ നൽകിയിരിക്കുന്നത് ഭൂമിയായിരുന്നു. നമ്മുടെ ഈ സ്ഥലങ്ങളായിരുന്നു അവിടെ ശമ്പളത്തിന് പകരം അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചാണ് അവർ സൈന്യത്തെ പരിപാലിച്ചത്. ഓക്കെ, ആ ഒരു ടൈമിൽ ഈ നികുതികളെല്ലാം പിരിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സൈന്യത്തെ അവർ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ രാജാവ് ശക്തമായ സൈന്യവും പ്രമുഖന്മാരും പിന്തുണ എല്ലാം ഉറപ്പാക്കാനും ഈ ഒരു ആർമി കൊണ്ട് അവർക്ക് അന്നേരം സാധിച്ചു. അപ്പോൾ ഇത് പെട്ടെന്ന് പറയേണ്ട അക്ബർ കൊണ്ടുവന്ന ഒരു മൻസാബാദി സംവിധാനം വഴി ഉദ്യോഗസ്ഥർ ഭൂമി നൽകിക്കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഓക്കെ, ആ ഒരു സൈന്യത്തെ നിലനിർത്തിയത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ നികുതി എല്ലാം പിരിച്ചായിരുന്നു ആ സൈന്യത്തെ ആ ടൈമിൽ അവിടെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നമുക്ക് ഉണ്ട്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ മെയിനായിട്ടുള്ളത് ആ ഒരു പീരീഡിൽ ഇത് ഒത്തിരി എക്സ്പാൻഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് പെട്ടെന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഈസി ആക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു രീതിയാണ് ഒന്ന് സുബ, ഒന്ന് സർക്കാർ, 3 പാർഗാന, 4 ഗ്രാമ, ഒരു 4 സെക്ഷൻസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് ആ ഒരു കിങ്ഡം അവർക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഇപ്പോൾ ഒരാളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സെക്ഷനിൽ ആൾക്കാരെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരത് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു ആ ഒരു സംഭവമൊക്കെ വെച്ചിരുന്നത്. സോ ഇത്രയാണ് ജസ്റ്റ് ക്ലാസ്. ഒത്തിരി ഞാൻ വലിച്ചു നീട്ടി ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനും കൂടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബർ റിഗെയിം ഇൻ മുഗൾ റൂൾ ദാറ്റ് സച്ച് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓർഡർ സ്ട്രക്ചർ വാസ് എഫക്ട്ലി ഫോംഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സെക്ഷനാണ് ഈ ഒരു ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്, ആ ഒരു ടൈമാണ് ഇനി അടുത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയും സൈന്യത്തിൻ്റെ തലവനും നിയമം ഉണ്ടാക്കുന്ന ആളും പരമോന്നത ന്യായാധിപനുമായിരുന്നു നമ്മുടെ അക്ബർ ചക്രവർത്തി. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമ്മളിപ്പോൾ ഉള്ള പോലെ ഈ കോടതിയും വക്കീലും കേസും നമ്മുടെ ഈ ജഡ്ജൊന്നും ആ ടൈമിലില്ല. ഓക്കെ, അവിടെ കാസി എന്ന മതപണ്ഡിതന്മാരായിരുന്നു നമ്മുടെ ഈ ജനങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടും അതിൻ്റെ പരാതികളൊക്കെ നിന്നും വിധി പറഞ്ഞതൊക്കെ വരുന്നത്. ഓക്കെ, കാസി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ആൾക്കാരായിരുന്നു ആ ഒരു ടൈമിൽ അവിടുത്തെ ജഡ്ജും അവിടുത്തെ കോടതിയൊക്കെ അവരായിരുന്നു.
ഓക്കെ. അപ്പോൾ അവരുടെ വിധിയിൽ ആരെങ്കിലും തൃപ്തമല്ല അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവരുടെ വിധിയിൽ ഇപ്പോൾ അവർക്ക് പോരാ, ആ ഒരു വിധി അവർക്ക് പറ്റത്തില്ല, അവർക്ക് തൃപ്തി ഇല്ലെങ്കിൽ അവർ നേരെ അത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നേരിട്ട് ഈ ഒരു ചക്രവർത്തിയോട് പരാതി പറയാൻ അവർക്ക് അനുവാദവും കൂടി ആ ടൈമിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഈ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാനും ഉപദേശിക്കാനും നൽകാനും മന്ത്രിമാരെയും അതേപോലത്തെ വകുപ്പിലുള്ള തലവന്മാരെ ആ ടൈമിലൊക്കെ അന്നേരം നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സെക്ഷൻസേ ബാക്കിയുള്ളൂ. അപ്പോൾ സോ ഇതിൻ്റെ ഇവിടുത്തെ വീഡിയോ ഇന്നോട് വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സൊക്കെ പുറകെ വരുന്നതായിരിക്കും. സോ മാക്സിമം എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇരിക്കുക. സോ ഇതിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.